ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. എയർ ഫ്രയറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു പ്ലം കേക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടുന്നൊരു വീഡിയോ ആണ്. നമുക്കിത് എയർ ഫ്രയറിൽ പെർഫെക്റ്റായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കാം. എന്തായാലും എയർ ഫ്രയറിൽ എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു 1/4 കപ്പ് പഞ്ചസാര അടിച്ചിട്ടുണ്ട്. 250 ml കപ്പിൽ 1/4 കപ്പ് പഞ്ചസാര അടിച്ചിട്ടുണ്ട്. നമുക്കത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാരയിലേക്ക് ഞാൻ ഗ്രാമ്പു, കറുപ്പ, പിന്നെ ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങളെ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഏലക്കായ ഞാനിങ്ങനെ തൊലി കളഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ഏലക്കായ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ പൗഡർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതിയേ. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാരയില്ലേ, അതിൽ നിന്ന് പകുതി ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇത് നന്നായിട്ട് കാരമലൈസ് ആയി വരുന്നുണ്ട്. കളറൊക്കെ നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്കറിയാലോ, നമ്മൾ കാരമലൈസിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇങ്ങനെ ഒരു കട്ട പിടിച്ചതുപോലെ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതൊക്കെ അലിഞ്ഞങ്ങ് പോയിക്കോളൂ. വെള്ളം നല്ല തിളച്ച് വരുന്ന ടൈമിൽ നമുക്കതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടിയിട്ട് ഞാൻ ഒരു കപ്പിനടുത്തായിട്ട് എടുത്തിട്ടുണ്ട്. 250 ml കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ 2 കളറുള്ള ഡ്രൈഡ് ഗ്രേപ്സും പിന്നെ ക്രാൻബെറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് അതിൽ നിന്ന് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കുന്ന പോലെ ആക്കിയിട്ടെടുക്കാം. ഇത് ഞാൻ സോക്കൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ആ ഒരു കാരമലൈസ് ചെയ്ത ഷുഗറിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ആക്കിയെടുക്കുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുറുകി വരുന്ന ടൈമിൽ സ്റ്റവ് ഓഫാക്കാം. അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെയും ഇത് നമുക്ക് ചൂടാറി വരുമ്പോൾ വീണ്ടും ഇത് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഞാനിതാ സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ആ ഒരു പൊടിച്ച പഞ്ചസാരൻ്റെ ബാക്കിയില്ലേ, അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ മിക്സി തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നതാണ്. ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല. 2 മുട്ട അടിച്ചിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ കുറച്ച് ഓയിൽ വേണം. നിങ്ങൾക്ക് ഓയിലോ ബട്ടറോ എടുക്കാം. കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടർ എടുക്കാം. ഞാനിപ്പം 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈഡ് ഫ്രൂട്ട്സ് ഇല്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുട്ടയും പഞ്ചസാരയും മിക്സിയിൽ അടിച്ചെടുത്തിട്ടില്ല, അതും കൂടി ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പം 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാനെല്ലാം ഒരു പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ആ ഒരു മുട്ടേൻ്റെ മിക്സിയിലേക്ക് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. മുട്ടയൊക്കെ ബീറ്ററിൽ ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനി അതിലേക്ക് ഓറഞ്ചിൻ്റെ മേലെയുള്ള തൊലി ഭാഗം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് കാഷ്യൂം കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് കൂടുതൽ വേണമെങ്കിൽ അത്രയും ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി ലാസ്റ്റായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. എയർ ഫ്രയറിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു വലുപ്പമുള്ള പാത്രം എൻ്റെ അടുത്ത് ആ ഈ ഗ്ലാസ് ബൗളിന് ഉണ്ടായിരുന്നുണ്ട് അത്. അപ്പോൾ അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ആ ഒരു നമ്മുടെ കേക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പ്രീ ഹീറ്റൊന്നും ചെയ്യുന്നില്ല, അല്ലാതെയാണ് വെച്ച് കൊടുക്കുന്നത്. എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ടൈമും ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് കൊടുക്കാം. എയർ ഫ്രയർ ഓൺ ആക്കുന്നുണ്ട്. ഇതിൽ എനിക്ക് കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കേക്ക് എന്നുള്ള ഇതിൽ ഞാൻ 30 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട്. അപ്പം ഇതിൽ കേക്ക് എന്നുള്ള ടെമ്പറേച്ചർ വരുന്നത് 160 ഡിഗ്രി സെൽഷ്യസ് ആണ്.
അപ്പോൾ ഇതാ ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. മേൽഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുള്ള ആ ഒരു ഇത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നോക്കാം. ഇതാ ഒന്ന് ഞാൻ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കുത്തി നോക്കുമ്പം ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് വെന്തിച്ചിട്ടുണ്ട്. കൈമേൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇത് ഗ്ലാസ് ആയതുകൊണ്ട് ആ ഗ്ലാസിൻ്റെ അടിഭാഗം എനിക്ക് ഞാൻ നോക്കുമ്പോൾ ഒരു വേകാത്ത പോലെ തോന്നിയിട്ടുണ്ടേനു കേട്ടോ. ഒരു നനവ് പോലെ തോന്നിയിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു സൈഡ് ഇങ്ങനെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നോക്കുമ്പോൾ ഉള്ളൊന്നും ഒട്ടും തന്നെ വെന്തിച്ചില്ല. ആ ഒരു മേൽഭാഗം മാത്രം ഒന്ന് ഡ്രൈ ആയിട്ട് വെന്ത പോലെ ഉണ്ട്. ഉൾഭാഗം ഒട്ടും തന്നെ വെന്തിച്ചില്ല കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റിൽ ആയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വീണ്ടും കുറച്ചും കൂടെ ടൈം വെച്ച് കൊടുക്കുക, എന്നാൽ കുക്കായി കിട്ടുന്നുള്ളത്. അപ്പം 160 തന്നെ വെച്ചാൽ നമ്മുടെ ആ ഒരു കേക്ക് കരിഞ്ഞു പോകും. മേൽഭാഗം ഇതിലും കരിഞ്ഞു പോകും. വീണ്ടും ഞാൻ എയർ ഫ്രയർ ക്ലോസ് ചെയ്തിട്ട് ഓൺ ആക്കുന്നുണ്ട്. ഇതിൽ മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അടിച്ചിട്ട് 145 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 145-ൽ 15 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ളൊക്കെ നോക്കുമ്പോൾ അതേപോലെ തന്നെയാണുള്ളത്. ഒട്ടും തന്നെ വെന്തിച്ചില്ല. ആ ഒരു മേൽഭാഗം മാത്രമാണ് വെന്തിച്ചുള്ളൂ. ഉൾഭാഗം ഇതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ എൻ്റെ എയർ ഫ്രയറിൻ്റെ മിസ്റ്റേക്കാണോ എന്നുള്ളത് അറിയില്ല. ഇതിന് മുമ്പായിട്ട് ഞാൻ ഐക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള എയർ ഫ്രയർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലും ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് പ്ലം കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു MI എന്ന് പറഞ്ഞ എയർ ഫ്രയറിൽ കേക്കൊക്കെ വാനില കേക്കും അല്ലാതെ ചോക്ലേറ്റ് കേക്കൊക്കെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്ലം കേക്ക് എനിക്ക് തോന്നുന്നു നല്ല ഹെവി ആയിട്ടുള്ള ആ ഒരു നട്ട്സും ഇതൊക്കെ വരുന്നത് കൊണ്ടാണ് തോന്നുന്നു ആ ഒരു ഉൾഭാഗമൊന്നും ഒട്ടും തന്നെ വെന്ത് വരുന്നില്ല. പ്ലം കേക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയവർ എന്താണെന്നുള്ളത് ഒന്ന് എൻ്റെ മിസ്റ്റേക്ക് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലം കേക്ക് ഞാൻ വേസ്റ്റൊന്നും ആക്കിയിട്ടില്ല. ഞാനത് സ്റ്റൗ ടോപ്പിൽ നമ്മൾ സാധാ ബേക്ക് ചെയ്യുന്നില്ല ആ ഒരു രീതിയിൽ തന്നെ ബേക്ക് ചെയ്തെടുത്തിട്ടാണ് പിന്നെ വേവിച്ചെടുത്തിട്ടുള്ളത്. സ്റ്റൗ ടോപ്പിൽ ഇതാ ഈ ഒരു പാനിലേക്ക് വെച്ചെടുത്തിട്ട് 20 മിനിറ്റാണ് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഉൾഭാഗം നന്നായിട്ട് കുക്കായി കിട്ടേണ്ടിയിട്ട് 20 മിനിറ്റ് ഞാനിങ്ങനെ സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പായിട്ട് ഞാൻ ഐക്കൺ എയർ ഫ്രയറിൽ പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കി തോന്നിയിട്ടില്ല. അപ്പോൾ ആ ഒരു കേക്കാണ് ഇത്. നല്ല രീതിയിൽ ബീറ്റെല്ലാം ചെയ്തിട്ട് ബീറ്റർ ഉപയോഗിച്ചിട്ട് ബീറ്റെല്ലാം ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. പക്ഷെ നമ്മൾ ആ ഒരു എയർ ഫ്രയറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒട്ടും തന്നെ വെന്തിച്ചില്ല കേട്ടോ. ആ ഒരു മുകൾ ഭാഗം വേകാന്നല്ലാണ്ട് ഉൾഭാഗം ഒട്ടും തന്നെ വെന്തിച്ചില്ല. എന്നാലും ഈ ഒരു എയർ ഫ്രയറിൽ കുറച്ചെങ്കിലും വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതാണ് ഇതിൽ ഈസി ആയിട്ട് മിക്സിയിൽ തന്നെ എല്ലാം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. സ്റ്റൗ ടോപ്പിൽ 20 മിനിറ്റ്സ് വെച്ചിട്ടുള്ള ഇപ്പോഴുള്ള കേക്കാണ് ഇത്. ഇപ്പോൾ നമ്മളൊരു പാളിപ്പോയ പ്ലം കേക്ക് ആയിപ്പോയി. പക്ഷേ എങ്കിൽ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും ഉണ്ടേനും നല്ല ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റും ഉണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ എയർ ഫ്രയറിൽ ആക്കിയത് കൊണ്ട് മേൽഭാഗം ഒന്ന് കൂടുതൽ കുറച്ചൊരു കട്ടിയുള്ള പോലെ തോന്നി. ഉള്ളൊക്കെ നല്ലതായിട്ട് വെന്തിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു 20 മിനിറ്റ്സ് ബേക്കിംഗ് ഇതിൽ സ്റ്റൗ ടോപ്പിലും കൂടെ വെച്ചപ്പോൾ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എയർ ഫ്രയറിൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ. അല്ലെങ്കിൽ നമുക്ക് സാധാ ബേക്ക് ചെയ്തത് പോലെ ബേക്ക് ചെയ്തെടുത്താലും മതിയല്ലോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.